എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20കൾക്ക് ശേഷം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ആദ്യത്തെ മത്സരം നാളെ ജോഹന്നാസ്ബർഗിലെ ന്യൂ വാണ്ടറേഴ്സിൽ വെച്ച് ആരംഭിക്കും. നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:30 മുതൽ ആയിരിക്കും ആദ്യ മത്സരം നടക്കുക. 3 മത്സരങ്ങളുള്ള ഈ പരമ്പരയിൽ KL രാഹുൽ നായകനായി ചുമതലയേൽക്കും. T20 മത്സരങ്ങളിലെ പോലെ തന്നെ മുതിർന്ന കളിക്കാർക്ക് വിശ്രമം നൽകും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ വമ്പൻ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം ശ്രേയസ് അയ്യരുടെയും സഞ്ജു സാംസന്റെയും ആണ്. അതിൽ സഞ്ജു സാംസൺ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ ടീമിലില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് അക്സർ പട്ടേൽ എത്തും. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11ലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആക്രമണത്തിനായി ഋതുരാജ് ഗെയ്ക്വാദ്, രജത് പാട്ടിദാർ സഖ്യം ഇറങ്ങും. 1 ഡൗണായി ശ്രേയസ് അയ്യർ എത്തും. ക്യാപ്റ്റൻ KL രാഹുൽ 4-ാമനായി എത്തുമ്പോൾ 5-ാമനായി മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ എത്തും. 6-ാം നമ്പറിൽ ഫിനിഷർ റിങ്കു സിംഗ് ഇറങ്ങും. ബൗളിംഗ് നിരയിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുസ്വേന്ദ്ര ചഹൽ മടങ്ങിയെത്തുകയാണ്. അക്സറിനൊപ്പം കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചാഹൽ, അർഷദീപ് സിംഗ്, മുകേഷ് കുമാർ എന്നിവരുടെ ജോഡിയും ശക്തമായ ബൗളിംഗ് ആക്രമണത്തിനായി ഉണ്ടാകും. ഇന്ത്യൻ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ്. അത് തുടരാൻ കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പരമ്പര തൂത്തുവാരുമെന്ന് ഉറപ്പാണ്. എന്നാൽ സൗത്ത് ആഫ്രിക്കയും രണ്ടും കൽപ്പിച്ച് ആയിരിക്കും കളിക്കാൻ ഇറങ്ങുക. അവരുടെ മുന്നിൽ ഇന്ത്യ എങ്ങനെ കസറും എന്നുള്ളത് നോക്കി തന്നെ കാണാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.